ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL NKLന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിപ്പ് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്യാം. ശേഷം നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ജസ്റ്റ് ഇതാ സെൻറ്റർ കുറച്ച് സൂം ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 ലെയർ ഇതുപോലെ കട്ട് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. 2 ക്ലിപ്പിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ഈ ഒരു റെക്റ്റാങ്കിളും ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളും ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്കിൽ പോവുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മൾ ഈലും ചെയ്ത് കൊടുക്കുക. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം, ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ സൂം ചെയ്ത് കൊടുക്കാം സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, എഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഈ ഒരു ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ അതിലെ ആംഗിളിലാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടത്. അതിന് ആംഗിളിൽ ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. അതുപോലെ നമ്മൾ അടുത്തതിലും അതുപോലെ ആ ഒരു ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്യാം. ശേഷം ആംഗിളിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, -90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുക. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് റൊട്ടേറ്റിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം, എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതിലും നമ്മൾ റൊട്ടേറ്റിൽ പോയിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇതിൽ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -180 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിന് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ആ ഒരു മോഷൻ ബ്ലറ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അടുത്ത ക്ലിപ്പിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് 0ലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട്
നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ശേഷം അടുത്തതിലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പ്രിവ്യൂ കണ്ട ആ ഒരു ട്രാൻസിഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തി അടിപൊളിയാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.